സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, നല്ലവരായ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇടവം രാശിയിൽപ്പെട്ട രോഹിണി നക്ഷത്രത്തിന്റെ ശനിയുടെ മാറ്റം, അതായത് 2025 മാർച്ച് 29 വരെയുള്ള കാലഘട്ടത്തിൽ ശനിയുടെ മാറ്റത്തിന്റെ ഗതി, വിഗതി, അവസ്ഥ, സ്ഥിതി എന്നിവയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രം ഒരു ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രവും ഭാഗ്യ നക്ഷത്രവും സ്ത്രീ പുരുഷ ഭേദമന്യേ ഐശ്വര്യയുക്തമുള്ളമായ ഒരു സ്വഭാവത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉടമകളാണ്. ഇവർക്ക് ശനി മാറുന്നത് 2025 മാർച്ച് മാസം 29-ാം തീയതിയാണ്. അതുവരെ ഇവർക്ക് കണ്ടകശനിയുടെ കാലഘട്ടമാണ്. കഴിഞ്ഞ 1.5 കൊല്ലം ഇവർക്ക് കണ്ടകശനിയുടെ ദോഷങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ കണ്ടകത്തി ശനിയുടെ ദോഷദുരിതങ്ങൾ ഇനി കുറഞ്ഞു വരും. കഴിഞ്ഞ 4-5 മാസം കൊണ്ട് ധനനഷ്ടം, ചെറിയ രോഗദുരിതങ്ങൾ, അതുപോലെ കർമ്മ തടസ്സം, തൊഴിൽ നിന്നും മാറ്റങ്ങൾ, തൊഴിലിൽ നിന്ന് മാറാനുള്ള ഒരു പ്രേരണ, ഇങ്ങനെയുള്ള അവസ്ഥകൾ, പ്രത്യേകിച്ച് ശനി 10, അതായത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു തൊഴിലിൽ നിൽക്കുമ്പോൾ മറ്റൊരു തൊഴിലിൽ പോകണമെന്നുള്ള ആഗ്രഹം, അവിടെ പോകുമ്പോൾ പരാജയം, ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഉണ്ടായിരുന്നു. അവ ഇനി മുതൽ, ഈ മാസം മുതൽ അവർക്ക് അനുകൂല അവസ്ഥകളിലേക്ക് വന്നു ചേരുന്നു. ശനി മന്ദനാണല്ലോ, ഇതുവരെ മന്ദഗതിയിൽ അവരുടെ തൊഴിലുകൾ നടന്നിരുന്നു. ഇനി കുറച്ചുകൂടെ സ്പീഡിലേക്ക് അവ പോയി വരികയാണ്. അത് ബിസിനസ് നടത്തിയിരുന്നവർക്ക് ബിസിനസ് സംബന്ധമായ നേട്ടങ്ങളും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾക്ക് മാറ്റവും, അതുപോലെ തന്നെ കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് കാർഷിക സംബന്ധമായ ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവ മാറുവാൻ പോവുകയാണ്. വ്യാഴനും അവർക്ക് കൂറിൽ തന്നെ നിൽക്കുന്നു. അത് വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല. പൊതുവെ ഇവർക്ക് ശനി കർമ്മതടസ്സം, അതുപോലെ തന്നെ വിവാഹ തടസ്സം, സന്താന തടസ്സം, കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കരയിൽ നിന്നുള്ള ആദായം കുറയുക, കായിക രംഗത്തുള്ളവർക്ക് അതുപോലെ തന്നെ കാര്യങ്ങൾ കുറയുക. അതേസമയത്ത് പ്രൊഫഷണൽ തൊഴിലുകളായ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം ഉണ്ടായിരുന്നു. എങ്കിലും അതിനും ഒരു മന്ദഗതി ഉണ്ടായിരുന്നു. എന്നാൽ ഇവ ഇനി മാറുവാൻ പോവുകയാണ്. ഇവർക്ക് പൊതുവെ ഇനി ഗ്രഹം വയ്ക്കുവാനും പഴയ ഭൂമി കിട്ടുവാനുമുള്ള ഭാഗ്യം വരുവാൻ പോകുന്നു. അതുപോലെ തന്നെ സന്താനത്തിന് അർഹതപ്പെട്ടവർക്ക് സന്താനത്തിന് വേണ്ടി മരുന്നോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. നല്ല സന്താന ലഭിക്കും. അതുപോലെ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവർക്കും ഇനി തൊഴിലിന് അവരുടെ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുവാനും സാധിക്കും. പൊതുവെ വിദേശ സ്വദേശവാസം അനുഭവിക്കുന്നവർക്ക് ഇനിയുള്ള കാലം 1 കൊല്ലം വളരെ നന്നായിരിക്കും. ശനീശ്വര പ്രീതി കൊണ്ട് നിങ്ങളുടെ ശനിദോഷങ്ങൾ മാറ്റാവുന്നതാണ്. ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ചന്ദ്രദശ ഏതാണ്ട് 5 വർഷം നമുക്ക് കണക്കാക്കാം. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം, അത് കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. ഈ രാഹുർ ദശയ്ക്കകത്ത് ഇവർക്ക് തൊഴിൽ സാധ്യത, സ്ത്രീ പുരുഷ ഭേദമന്യേ വിവാഹബന്ധം, സ്ത്രീകൾക്കാണെങ്കിൽ 22-ൽ
ിലും 23-നും 24-നും മധ്യേ വിവാഹവും നല്ല ഉദ്യോഗവും, പുരുഷന്മാർക്ക് 25-നും 26-നും മധ്യേ വിവാഹയോഗവും, ശേഷം അല്പം വിദേശ യോഗവും, വിവാഹം ഉറപ്പിച്ചിരുന്നവർക്ക് കാലതാമസം കൂടാതെ വിവാഹം നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയങ്ങൾ ഉണ്ടാകും ഈ കാലഘട്ടം. ചിലർക്ക് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ഇനി വിദേശത്ത് പോകുന്നതിന് നന്നായിരിക്കും. ധാരാളം പണം കൊടുത്തുള്ള ഒരു തൊഴിലുകളും അതുപോലെ തന്നെ ഇടപാടുകളും ഇവർ നടത്തുവാൻ ഇപ്പോൾ പാടില്ല. രാഹുർ ദശ കഴിഞ്ഞാൽ വേഴദശയാണ്. വേഴദശയിൽ ഇവർക്ക് സന്താനപുഷ്ടി, ഉന്നത ഗ്രഹനിർമ്മാണം, വാഹനം, ഗ്രഹസുഖം, തൊഴിലിൽ പുരോഗമനം, ബന്ധുജന സമാഗമം, അവരുടെ ബന്ധുക്കളുടെ സഹായം എന്നിവയെല്ലാം ലഭിക്കുകയും അവർക്ക് പൊതുവെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ഐശ്വര്യങ്ങളും ഉണ്ടാകും. മഹാവിഷ്ണുവിനെ യഥാവിധി പൂജ ചെയ്ത് ഈ ദശയിലെ ദോഷങ്ങൾ മാറ്റുക. അത് കഴിഞ്ഞ് വരുന്ന ശനിദശാകാലം. ശനിയുടെ തുടക്കത്തിൽ അല്പ ദുരിതങ്ങൾ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് അവർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങളും ധനപുഷ്ടിയും, സന്താനങ്ങൾക്ക് പഠനപുഷ്ടിയും, അവർക്ക് മംഗളകർമ്മങ്ങൾ, അതായത് വിവാഹാദി മംഗളകർമ്മങ്ങളും ഉദ്യോഗവും ലഭിക്കും. അത് കഴിഞ്ഞ് വരുന്ന ബുധദശാകാലവും ഇവർക്ക് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന കേതുദശയും ഉത്തമമായിരിക്കും. പൊതുവെ ശനി ഇവർക്ക് കർമ്മ ഭാവത്ത് നിൽക്കുന്നു. അടുത്ത മാർച്ച് കഴിഞ്ഞാൽ 11-ലേക്ക് ശനി രോഹിണി നക്ഷത്ര ജാതകർക്ക് വരുന്നു. അത് ഏറ്റവും ഉത്തമമുള്ള കാലഘട്ടമാണ്. ശനീശ്വര പൂജയും ഹനുമാൻ പൂജയും സർപ്പ പൂജയും അതുപോലെ തന്നെ ദേവി പൂജയും നടത്തിക്കൊള്ളുകയും പ്രധാനപ്പെട്ട ശാസ്താക്ഷേത്രങ്ങളിൽ ദർശിക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി അർച്ചനകളും പാൽപായസങ്ങളും നടത്തി കൊള്ളേണ്ടതായിരിക്കുന്നു. ഇത്രയും ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പോലും കാലത്തിന് വളരെ അനുകൂലമായ അവസ്ഥ വരും. പ്രായമായവർക്ക് ശനി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും വളരെ ശാന്തി ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ തൽക്കാലം നിർത്തുന്നു. എന്ന് മലയങ്കിരി പുരുഷോത്തമൻ.